ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് ഒരു പാർട്സ് കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി വെക്കുക, എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, ദെൻ നന്നായിട്ട് അരിഞ്ഞ കുറച്ച് സവാള ഇടുക, പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് എടുത്തോളുക. സോ ഞാൻ ഫോണിൻ്റെ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. എനിക്ക് ഞാൻ തന്നെയാണ് ഇളക്കുന്നത്. സോ അതിൻ്റെ ഒരു അപാരതയൊക്കെ ഉണ്ടാവും. അത് ഇടക്കിടക്കട്ടെ. സോ ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ കളർ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്നാവണം. അപ്പോൾ നമുക്ക് അത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം നല്ലൊരു കളറൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി നന്നായിട്ടൊരു കളറാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന ഈ കൈ എൻ്റെ അല്ല, എൻ്റെ അച്ഛൻ്റെയാണ്. അപ്പം അതിലേക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ മീറ്റ് മസാലയാണ്. സോ മീറ്റ് മസാല ഒക്കെ ഇടുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് മീറ്റ് മസാല ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ആൻഡ് കുരുമുളക് പൊടി ആണ് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ കുരുമുളക് പൊടി ഇടുന്നതും കൊണ്ട് നമ്മുടെ ആ ഒരു കളറ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കളറും അടിപൊളിയായിരിക്കും. മാത്രമല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ കുരുമുളക് പൊടി തൊണ്ടയ്ക്കൊക്കെ നല്ലതാണല്ലോ. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. ഓക്കെ, മുളക് പൊടി അതിട്ട് കൊടുക്കുക. then നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഐറ്റത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പാർട്സ്. അപ്പോൾ ഇത് കരളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കോളുക. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, ഞാൻ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അതുകൊണ്ടാണ് ഇപ്പോഴേ ഉപ്പ് ചേർക്കുന്നത്. സോ നമുക്കിനി ഇതിനകത്തോട് നന്നായിട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എനിക്കതൊന്നും പൊക്കാൻ പറ്റണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് കാര്യത്തിൽ വെള്ളം ഒരു ഗ്ലാസ് ഒഴിക്കുന്നുള്ളൂ. നമ്മൾ അധികം അങ്ങോട്ട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കറിയാക്കുന്നില്ല. ജസ്റ്റ് ഫോർ ഒരു അരപ്പ് പോലെ ചെറിയ രീതിയിലൊരു ഗ്രേവിയൊക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നതിന്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത്രയും വെള്ളത്തിൽ വറ്റിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കോളുക. ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് അങ്ങോട്ട് വറ്റും. അങ്ങനെ നമ്മുടെ മസാല എല്ലാം കൂടി ചിക്കനിലേക്ക് അങ്ങോട്ട് പിടിക്കും, ആ ഒരു പാച്ചിലേക്ക് അങ്ങോട്ട് പിടിക്കും. അപ്പോൾ സൂപ്പറായിട്ട് തരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തോളാം മൊത്തത്തിൽ. ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ കോലം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അങ്ങനെ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തിളച്ചങ്ങോട്ട് വരട്ടെ. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കുകയാണ്. തിളക്കണ കണ്ടോ നമ്മുടെ പാർട്സ്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് വറ്റി ആ വെള്ളം അങ്ങോട്ട് വറ്റി വരും. അപ്പോഴത്തേക്ക് നമ്മുടെ സാധനം അങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. ഇനി കുറച്ച് നേരം അങ്ങോട്ട് അടച്ച്